Hi friends, welcome to Cody Reka. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അഥവാ CSS എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ HTML വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സിമ്പിൾ ആയിട്ട് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ടാഗ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാഗ്സ് യൂസ് ചെയ്തിട്ട് കേക്ക് വേൾഡ് എന്ന് പറഞ്ഞ ഒരു ബേക്കറിയുടെ ഒരു പേജ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത് CSS ആണ്. അപ്പോൾ ഈ HTMLന്റെ CSSന്റെ എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ HTMLന്റെ വീഡിയോ കാണാത്തവർ കാണാം, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ നമുക്ക് CSS എന്താണെന്ന് നോക്കാം. നമ്മുടെ HTML കമ്പോണൻറ്റിന് നമ്മൾ സ്റ്റൈൽസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CSS യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ HTML ടാഗ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് വെബ് പേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്തെ പല ടാഗുകൾ അല്ലെങ്കിൽ നമ്മൾ ഡിവിഷനൊക്കെ തിരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വീട് ഉണ്ടാക്കുമ്പോൾ അതിനെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്നു, പെയിൻ്റ് അടിക്കുന്നു, ടൈലിടുന്നു, അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ. അപ്പോൾ നമ്മുടെ HTML വെച്ചിട്ട് ഇപ്പോൾ HTMLനെ നിങ്ങളൊരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതായിട്ട് ഓർത്താൽ മതി. ആ ബിൽഡിംഗ് ഭംഗിയാക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? അതിൻ്റെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യും, പെയിൻറ്റിങ് ചെയ്യും, ടൈൽസ് ഇടും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ CSS. ഓക്കെ, നമ്മുടെ കമ്പോണൻറ്റിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റൈൽസ്. അപ്പോൾ CSS നമുക്ക് 3 ടൈപ്പ് ഓഫ് CSS ഉണ്ട്. ഒന്നാമത്തതാണ് ഇൻലൈൻ സ്റ്റൈൽ. ഇൻലൈൻ സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ടാഗ് എഴുതുന്നു, ടാഗ് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ H1 ടാഗ് ആയിക്കോട്ടെ, പാരഗ്രാഫ് ടാഗ് ആയിക്കോട്ടെ. അപ്പോൾ ആ ടാഗിൻ്റെ അകത്ത് തന്നെ നമ്മൾ അതിൻ്റെ സ്റ്റൈല് പറഞ്ഞു കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാനിവിടെ CSS_style.html എന്ന് പറഞ്ഞ ഒരു പേജ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഹെഡ് ടാഗ് കൊടുക്കുകയാണ്. ഓക്കെ, ഹെഡ് ടാഗിനകത്ത് നമ്മൾ ടൈറ്റിൽ പറഞ്ഞു കൊടുക്കാം, CSS എക്സാമ്പിൾസ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു നമ്മൾ ഹെഡ് ടാഗിൽ എന്ത് കൊടുത്താലും അത് നമ്മുടെ ബ്രൗസറിൻ്റെ ആ ടൈറ്റിലായിട്ടേ അത് വരത്തുള്ളൂ എന്ന്. ഇപ്പം ഞാനിത് സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ റീലോഡ് ചെയ്യുമ്പോൾ കാണാം, ഇത് കണ്ടോ CSS എക്സാമ്പിൾസ് എന്ന് വന്നത്. അപ്പം നമ്മൾ എന്ത് കൊടുത്ത് ഹെഡ് ടാഗിനകത്ത് കൊടുത്താലും അത് ഇവിടെ വരുള്ളൂ. നമ്മുടെ ബോഡി പോർഷൻ, അതായത് ഈ വൈറ്റ് പോർഷനാണ് നമ്മുടെ വിസിബിൾ പോർഷൻ അഥവാ ബോഡി പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളത് ബോഡി ടാഗിൻ്റെ അകത്ത് കൊടുക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ ഒരു ബോഡി ടാഗ് ഡിഫൈൻ ചെയ്തു. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതാണ് കാണാത്തവർ കാണണമെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു H1 ടാഗ് കൊടുക്കുകയാണ്. H1 ടാഗിനകത്ത് ഞാൻ പറയുകയാണ് ഹലോ വേൾഡ്. ഓക്കെ, കൊടുത്തു, ഹലോ വേൾഡ് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇത് റീലോഡ് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്ന് വന്നു. നമുക്കപ്പോൾ ഈ H1 ടാഗിന് കുറച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ടാഗിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ CSS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ ഇൻലൈൻ സ്റ്റൈൽ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഇൻലൈൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഈ ടാഗിനകത്ത് തന്നെ നമ്മൾ സ്റ്റൈൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൈൽ ഈക്വൽ ടു നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ കോഡ്സിനകത്ത് കൊടുക്കണം. അപ്പം ഞാൻ കളറാണ് കൊടുക്കുന്നത്. ഓക്കെ, കളർ എന്ന് പറയുന്നത് ഇപ്പം ഞാനൊരു അക്വ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ H1 ടാഗിൽ കിടക്കുന്ന ഹലോ വേൾഡിന് കളർ അപ്ലൈ ആവും. അപ്പം ഞാൻ ഇത് റീലോഡ് ചെയ്യുമ്പോൾ ഈ കളർ അപ്ലൈ ആയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഇതിനകത്ത് തന്നെ പറഞ്ഞു കൊടുക്കുക. അപ്പം നമ്മുടെ ഇപ്പോൾ കമ്പോണൻറ്റ് ചെറുതാണ്, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ടാഗിനകത്ത് ഒരു പ്രത്യേക സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇൻലൈൻ സ്റ്റൈൽ യൂസ് ചെയ്യാം. അതായത് ഇവിടെ തന്നെ ടാഗിൻ്റെ കൂടെ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഈ കളർ കൊടുത്തു, ഇനിയിപ്പോൾ ഞാൻ പറയുകയാണ് ടെക്സ്റ്റ് അലൈൻ, എനിക്കിതൊന്ന് സെൻറ്ററിലേക്ക് അലൈൻ ചെയ്യണം. സെൻറ്റർ കൊടുത്തു. ഓക്കെ, ഇവിടെ വന്നത് റീലോഡ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ വന്നു, ഇങ്ങനെ വന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമുക്കിപ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ടാഗിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്ന അത്ര ഭംഗിയായിരിക്കില്ല അല്ലേ. ഇപ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മുടെ മിനിമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻലൈൻ മനസ്സിലായല്ലോ. ഇൻലൈൻ എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ആ ലൈനിൽ ഇൻലൈൻ. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് ഇൻറ്റേർണൽ. ഓക്കെ, അപ്പോൾ ഇൻലൈൻ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേർണൽ ഉണ്ട്. ഈ 3 രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇൻലൈൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻറ്റേർണൽ എന്താണെന്ന് നോക്കാം. ഇൻറ്റേർണൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ ഒരു ഇൻറ്റേർണലി ഒരു ടാഗിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇതിപ്പോൾ ഈ ലൈനിലല്ലേ പറഞ്ഞു കൊടുത്തത്, അപ്പം നമുക്കിത് ഇവിടുന്ന് മാറ്റാം. ഓക്കെ, ഈ സ്റ്റൈൽ നമ്മൾ അപ്ലൈ ചെയ്തത് ഈ പാർട്ട് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് ഈ ഹെഡ് ടാഗിൻ്റെ അകത്ത് വന്നിട്ട് ഇപ്പം നമുക്ക് സ്റ്റൈൽ ടാഗ് കൊടുക്കാം. സ്റ്റൈൽ ടാഗ് നമുക്ക് ഹെഡിലോ ബോഡിയിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ടാഗുണ്ട്, ഇത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ടാഗിന് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സ്റ്റൈൽ ടാഗ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി എനിക്ക് എവിടെയാണ് കൊടുക്കേണ്ടത്? എൻ്റെ H1 ടാഗിനല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ H1 എന്ന് കൊടുക്കുക. എന്നിട്ടൊരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, H1 കൊടുത്തു. എന്നിട്ട് ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ കൊടുത്താൽ മതി. ഇപ്പം ഞാൻ കൊടുക്കുകയാണ് കളറ്
ആലിസ് ബ്ലൂ കൊടുത്തു, അതുപോലെ തന്നെ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഇതാ റീലോഡ് ചെയ്തപ്പോൾ കളർ ഇത് ഒട്ടും കാണാൻ പറ്റുന്നില്ല. വേറെ എന്തെങ്കിലും കളർ കൊടുക്കാം. നമ്മൾ നേരത്തെ അക്വ ആയിരുന്നു അല്ലേ കൊടുത്തത്, അപ്പോൾ അക്വ കൊടുക്കാം. എന്നിട്ട് റീലോഡ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് ആവും. ഇതാ കണ്ടോ. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇൻറ്റേർണൽ എന്ന് പറയുന്നത്, അതായത് ഇൻറ്റേർണൽ CSS. അതായത് നമ്മൾ ഒരു സ്റ്റൈൽ ടാഗിനകത്ത് ഇൻറ്റേർണലി പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിലായല്ലോ. മറ്റേത് ഇൻ ലൈൻ ആയിരുന്നു, ഇത് ഇൻറ്റേർണൽ. അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ H1 അല്ല P എത്ര ടാഗ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു പാരഗ്രാഫിനകത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഹലോ വേൾഡ് ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ ടൈറ്റിൽ ഞാൻ മാറ്റിയിട്ട് കോഡിയുറേക്ക ഓക്കെ കൊടുത്തു. ഇനി പാരഗ്രാഫിൻ്റെ അകത്ത് ഞാൻ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു, കോഡിയുറേക്ക. എൻ്റെ ഹെഡിങ് മാറ്റി ഞാൻ കോഡിയുറേക്ക എന്ന് കൊടുത്തു, പാരഗ്രാഫ് ഇങ്ങനെയും കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിത് റീലോഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് വന്നത്. എനിക്കപ്പോൾ ഈ പാരഗ്രാഫിൽ കുറച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്യണം. അതുപോലെ ഇത് ഒരുപാട് മേളിലേക്ക് കയറിപ്പോയി, എനിക്കിത് കുറച്ച് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് സ്പേസ് കൊടുക്കാം. ഓക്കെ, മാർജിൻ കൊടുക്കാം. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് മാർജിൻ ഒരു 10px കൊടുക്കുകയാണ്. ഓക്കെ, മാർജിൻ 10px കൊടുത്തു. അപ്പോൾ അതായത് കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു 20 ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ റീലോഡ് ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഈ പാരഗ്രാഫിൽ എന്തെങ്കിലും സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ P ടാഗ് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് P ടാഗ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ കൊടുക്കുകയാണ് കളർ ഗ്രീൻ കൊടുത്തു. ഓക്കെ, അതുപോലെ ഫോണ്ട് സൈസ് ഒരു മീഡിയം കൊടുത്തു. ഓക്കെ, ഇനി റീലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ബോൾഡാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇത് കുറച്ച് ബോൾഡായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണ്ട് വെയിറ്റ് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കുകയാണ് ബോൾഡ് കൊടുത്തു. ഇങ്ങനെ വന്നു. ഓക്കെ, ഇപ്പോൾ കോഡിയുറേക്ക വന്നു, ഇത് വന്നു. അപ്പം നിങ്ങൾ ഇതുപോലെ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ടാഗിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ടാഗ്സിന് പ്രോപ്പർട്ടി കൊടുക്കണോ അത് കൊടുക്കാം. ഇതിനാണ് നിങ്ങൾ ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റ്റേണൽ. എക്സ്റ്റേണലാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ പ്രോജക്ട്സിനകത്തെല്ലാം യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെപ്പോഴും ഈ CSSനെ നമ്മുടെ HTML നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഒരുപാട് ലൈൻ ഓഫ് കോഡ് ഉണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ചെറിയ പേജാണ് ഡിസൈൻ ചെയ്യുന്നത്, അതിന് കുറച്ച് ഹെഡിങ്ങും കുറച്ച് പാരഗ്രാഫും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റൈൽ ഈ പറഞ്ഞോണം ഇൻലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടോ ഇങ്ങനെ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കോഡ് ഒരുപാട് കൂടുതലാണ്, ഒരുപാട് ലൈൻസ് ഓഫ് കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എത്ര ടാഗ് എഴുതിയിട്ടുണ്ടോ അതിനെല്ലാം ഇവിടെ സ്റ്റൈൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതത്ര ഒരു നീറ്റും സ്റ്റാൻഡർഡൈസ്ഡും ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകളിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CSSന് എല്ലാം നമ്മളൊരു സെപ്പറേറ്റ് ഫയലായിട്ട് എഴുതും. അപ്പോൾ HTML CSSും തമ്മിൽ സെപ്പറേറ്റ് ആയിട്ടിരിക്കും, അത് കുറച്ചുകൂടെ നീറ്റായിരിക്കും. ഓക്കെ, അതാണ് സ്റ്റാൻഡർഡൈസ്ഡ് കൺസെപ്റ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കോമൺ CSS ഫയൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്നിട്ട് ആ പർട്ടിക്കുലർ CSSൻ്റെ പാത്ത് നമുക്കിവിടെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അവിടെ എന്ത് പ്രോപ്പർട്ടീസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിവിടെ അപ്ലൈ ആയിക്കോളും. ഇവിടെ നമ്മൾ ആ ടാഗിൻ്റെ നെയിം നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലൈ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്നു എന്ന് നോക്കാം എക്സ്റ്റേണലായിട്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കട്ട് കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ എക്സ്റ്റേണലായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് സ്റ്റൈൽ ടാഗ് വേണ്ട, ഞാൻ ആ ടാഗ് കംപ്ലീറ്റ്ലി കളയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ റീലോഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്രോപ്പർട്ടീസ് ഒന്നും കാണില്ല, ഇങ്ങനെയായിരിക്കും. അപ്പം ഞാനിവിടെ വന്നിട്ട് style.css എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാനിത് കൊടുത്തു. ഓക്കെ, എൻ്റെ H1 Pയും. ഇനിയിപ്പം ഞാൻ റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോഴും മാറ്റമൊന്നുമില്ല. കാരണം എന്താണ്, ഇപ്പം ഞാനിതൊരു CSS ഫയലിൽ കൊണ്ട് ഇതിട്ടു, പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന CSS ഫയലിൻ്റെ പാത്ത് ഈ ഇന്ന ഫയലിലെ CSS പ്രോപ്പർട്ടീസ് എടുക്കണം എന്നുള്ളത് എൻ്റെ HTMLന് അറിയില്ല. HTMLനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കണം ഏത് CSS ഫയലിലെ പ്രോപ്പർട്ടീസാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ കൊടുക്കണം, ഇവിടെ ലിങ്ക് കൊടുക്കുക. ലിങ്ക് href എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഏതാണ് ഒരു റെഫറൻസ് ലിങ്ക് കൊടുക്കുകയാണ്. ഇവിടെ വന്നിട്ട് styles.css കൊടുക്കണം. അപ്പോൾ ഇത് ഈ ഫയലിൽ നിന്ന് എടുത്തോളും. എന്നിട്ട് നമ്മൾ പറയണം ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ്, ഇതിൻ്റെ അകത്ത് എഴുതണം text/css ആണ്. അതുപോലെ rel = style sheet ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാലേ ഈ പറഞ്ഞ
ഈ സ്റ്റൈൽ ഫയലിൽ നിന്നുള്ള, അതായത് നമ്മൾ എന്താണോ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത് അത് നമ്മുടെ CSS ഫയലിൻ്റെ പാത്തായിരിക്കണം. ഇവിടെ സ്റ്റൈൽസിന് പകരം നിങ്ങൾക്ക് വേറെ എന്ത് പേര് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ആ പേര് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിതിപ്പോൾ റീലോഡ് ചെയ്യാണ്. ഇതാ വന്നത് കണ്ടോ. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റൈൽസിന് പകരം സ്റ്റൈൽസ് എന്ന് തന്നെ പേര് കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 3 ടൈപ്പിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കണ്ടു. ഇൻറ്റേർണൽ കണ്ടു, അതുപോലെ ഇൻലൈൻ കണ്ടു, എക്സ്റ്റേണൽ കണ്ടു. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കളറ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് കളർ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കളറിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. പേര് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഹെക്സാഡെസിമൽ കോഡ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ കളർ പിക്കർ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇപ്പോൾ കളർ പിക്കർ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ദാ ഈ കളറിൻ്റെ ഈ പാലറ്റ് വരും. അപ്പോൾ ഇവിടെ നമ്മൾ റെഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കളർ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ കോമ്പിനേഷൻസ് എല്ലാം ഇവിടെ കാണിക്കും. അതായത് അതിൻ്റെ ലൈറ്റർ ടു ഡാർക്കർ ഷെയ്ഡ്സ് ഏതൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഏതിൻ്റെ അടുത്താണോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ദാ RGB വാല്യൂ, HSV, HSL, അതുപോലെ തന്നെ ഹെക്സാഡെസിമൽ കോഡും നമുക്ക് കാണാം. അപ്പം നമ്മൾ ജസ്റ്റ് ഹെക്സാഡെസിമൽ കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ ഇത് വർക്കാവും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദാ ഇവിടെ ഈ കളർ എടുത്തു. ഇവിടെ നിന്ന് ദാ ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹെക്സാഡെസിമൽ വാല്യൂ ഇവിടെ വന്നല്ലോ. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്ന് ഈ കളറിന് പകരം ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതാ കളർ മാറിയാണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് റീലോഡ് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ വന്നു. മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ആ കളറിൻ്റെ അവിടെ സ്പെസിഫിക്കലി കളർ നെയിം അല്ലാതെ എൻ്റെ പർട്ടിക്കുലർ കോഡ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമുക്ക് യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ സ്റ്റാർ സിമ്പലിനാണ്, ആസ്ട്രിസ്ക് സിമ്പലിനാണ് നമ്മൾ യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു HTML ഫയലിനകത്തുള്ള എല്ലാ ടാഗിനും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എനിക്ക് കളർ ഇത് കൊടുക്കണം, ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ മതി, മാർജിൻ 20 px വേണം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഇപ്പം ഞാൻ കൊടുക്കുകയാണ് അക്വ. ഓക്കെ, ഇങ്ങനെയൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ HTML ഫയലിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ ടാഗ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം നമുക്ക് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് നമുക്ക് കളയാം. ഓക്കെ, ഈ പർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ ടാഗ് ഉണ്ടോ അതിനകത്തെല്ലാം ഇത് കൊടുക്കും അല്ലേ. ഇതങ്ങനെ കൊടുക്കേണ്ടതിന് പകരം ഒരേ ടൈപ്പ് വാല്യൂസ് ആണ് പാസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സ്റ്റാർ എന്ന് കൊടുത്താൽ മതി. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML കമ്പോണൻസിൽ ഏതൊക്കെ ടാഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം ഈ പ്രോപ്പർട്ടി അപ്ലൈ ആവും. അപ്പോൾ ഇപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ HTMLനകത്ത് ഒരു H1 ടാഗും P ടാഗുമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ടോ അതിന് ഈ വാല്യൂ അപ്ലൈ ആവും. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് കളർ ഇത് വന്നു, കളർ ഇത് വന്നു, ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞതാണ്. ഇത് മിക്കവാറും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത് ഞാൻ റിവേർട്ട് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഒരു പാരഗ്രാഫ് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു പാരഗ്രാഫ് കൂടെ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ വേറൊരു ടാഗ്, എനിക്കൊരു H2 ടാഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനൊരു H3 ടാഗ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ് ദിസ് ഈസ് എ മലയാളം വീഡിയോ ട്യൂട്ടോറിയൽ. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. ഇനി എൻ്റെ H3 ടാഗിനകത്തും എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടീസൊക്കെ മതി. ഓക്കെ, എനിക്ക് കളറ്, ഫോൺ വെയിറ്റ്, ബോൾഡ്, ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ H3-കകത്തും ഇത് തന്നെ കൊടുക്കുകയാണ്. എൻ്റെ H3-ക്കും എനിക്ക് ഇത് തന്നെ വരണം, ഈ പ്രോപ്പർട്ടീസ്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഞാൻ റീലോഡ് ചെയ്യുമ്പോൾ ദാ എന്തൊക്കെ പ്രോപ്പർട്ടീസ് എൻ്റെ പാരഗ്രാഫിനുണ്ടായിരുന്നോ അതെല്ലാം തന്നെ എനിക്കിവിടെ വന്നു. അപ്പം നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഈ P ടാഗിലുള്ളതും H3-കകത്തുള്ളതും 2 പ്രോപ്പർട്ടീസും സെയിം ആണ്. അതായത് Pയിലും കളർ ഗ്രീന്, ഫോൺ വെയിറ്റ്, ബോൾഡ്, ഇതിനും ഇതാണ്, ഒന്നും കുറവുമില്ല കൂടുതലും ഇല്ല. ഈ 2 പ്രോപ്പർട്ടീസ് ഇതിനകത്ത് കോമൺ ആണ് അല്ലേ. അപ്പം ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിത് റിപ്പീറ്റായിട്ട് എഴുതി കൊടുക്കണ്ട. ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് H3 എന്നൂടെ കൊടുത്താൽ മതി. അതായത് എത്ര ടാഗും ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ ടാഗുകൾക്ക് കോമൺ ആയിട്ട് പ്രോപ്പർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കോമ ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് ഇപ്പോൾ 4-5 എണ്ണത്തിന് ഒരേ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാൻ കാണും. അപ്പം അങ്ങനെ വരുമ്പോൾ അത് 5 വട്ടം എഴുതുന്നതിന് പകരം ഇവിടെ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആയിട്ട് ആ ടാഗ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ കോമൺ ആയിട്ട് ഇതിന് അപ്ലൈ ആയിക്കോളും. ഇതാ കണ്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മുടെ സ്റ്റൈൽസ് എന്താണ്, CSS എന്താണ്, അതെങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്.
ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കൺസെപ്റ്റ് വരുന്നത്, നമ്മുടെ ഡിവിൻ്റെ കൺസെപ്റ്റ്. ഡിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേജിനെ ഓരോ ഡിവിഷനായിട്ട് തിരിക്കാം. അതായത് ഇത്രയും പോർഷൻ ഹെഡർ പോർഷന്, ഇത് ബോഡി പോർഷൻ, അങ്ങനെ അങ്ങനെ. ഇപ്പോൾ നമ്മുടെ ബോഡി പോർഷനിൽ തന്നെ അതിനെ പല പല ഡിവിഷനുകളായിട്ട് നമുക്ക് തിരിച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. അതാണ് ഡിവ് എന്ന് പറയുന്നത്. ഡിവിനകത്ത് നമുക്ക് ID കൺസെപ്റ്റും ഉണ്ട്, ക്ലാസ് കൺസെപ്റ്റും ഉണ്ട്. അതായത് ഇപ്പം നമ്മൾ ഒരു H1 ടാഗിന് ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു എന്ന് കൊടുക്കുക. അപ്പോൾ അത് എല്ലായിടത്തും അത് അപ്ലൈ ആവും അല്ലേ. പക്ഷേ ഇപ്പം നമുക്കൊരു പർട്ടിക്കുലർ ഡിവിഷനിലുള്ള H1 ടാഗിന് മാത്രം അപ്ലൈ ചെയ്താൽ മതിയെങ്കിൽ നമുക്കത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു H1 ടാഗിനകത്ത് ഇതൊക്കെ കൊടുത്തു. ഇനിയിപ്പം നിങ്ങൾ വേറൊരു H1 ടാഗ് എഴുതുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ് വേറൊരു H1 ടാഗ്. ഇവിടെ ഒരു H1 ടാഗ് കൊടുത്തു. എന്നിട്ട് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്സ്, ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുകളിലത്തെ ഇവിടെ എന്തൊക്കെ പ്രോപ്പർട്ടി അപ്ലൈ ആയോ അതും ഇവിടെ അപ്ലൈ ആവും. കാരണം എന്താണ്, ഇവിടെ ഞാൻ H1 ടാഗിനകത്ത് ഞാൻ കോഡിയുറേക്ക എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഒരു H1 ടാഗിനകത്ത് ഞാൻ വേറൊരു ഡിസ്ക്രിപ്ഷനും പറഞ്ഞു. ഞാൻ എൻ്റെ style.cssനകത്ത് H1 ടാഗിന് വരേണ്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പർട്ടിക്കുലർ HTML പേജിൽ നിങ്ങളിപ്പോൾ ഒന്നിൽ കൂടുതൽ H1 ടാഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ H1ലുള്ള പ്രോപ്പർട്ടീസ് എല്ലാം അവിടെ അപ്ലൈ ആവും. അപ്പോൾ നമുക്ക് അങ്ങനെ വേണ്ട. ഇപ്പോൾ ഒരു പേജിനകത്ത് തന്നെ പല ഡിവിഷൻ കാണും. അപ്പോൾ ഒരു പർട്ടിക്കുലർ H1ന് ഒരു സ്റ്റൈൽ കൊടുക്കണം, വേറൊരു പർട്ടിക്കുലർ H1ന് വേറൊരു സ്റ്റൈൽ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കിത് മാത്രം കൊടുത്താൽ പറ്റില്ല. നമുക്കപ്പോൾ ഡിവ് ടാഗ് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന ഡിവിഷനിലെ H1 ടാഗിന് മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേറെ എൻ്റെ രണ്ടാമത്തെ ഡിവ് ടാഗിൻ്റെ H1 ടാഗിന് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഞാൻ കളയാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡിവിഷൻ ടാഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാണ് ID, രണ്ടാമത്തെയാണ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇത് ID എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ID നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹാഷ് ഇട്ടിട്ട് ആ ID നെയിം എന്താണോ അത് കൊടുക്കും. അപ്പോൾ ID നെയിം നമുക്ക് യൂസ് ചെയ്യാം, അത് നമ്മൾ ഒരു വട്ടേ യൂസ് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ID നെയിം പോലെ തന്നെ ക്ലാസ്സും ഉണ്ട്. ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പ്ലേസ്, ഒരേ കമ്പോണൻറ്റിൽ മൾട്ടിപ്പിൾ പ്ലേസസിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ പർട്ടിക്കുലർ ഒരു ഡിവിന് ഒരു ക്ലാസ് നെയിം അല്ലെങ്കിൽ ഒരു ID നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പർട്ടിക്കുലർ ക്ലാസ്സിന് എന്ത് പ്രോപ്പർട്ടിയാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് അതിന് മാത്രമേ അപ്ലൈ ആവത്തുള്ളൂ. മനസ്സിലായല്ലോ. എൻ്റെ ഈ H1 ടാഗിന് മാത്രം ഈ പറഞ്ഞ പ്രോപ്പർട്ടി അപ്ലൈ ആയാൽ മതി. എൻ്റെ രണ്ടാമത്തെ H1 ടാഗിന് വേറെ കുറച്ച് പ്രോപ്പർട്ടീസ് ആയിരുന്നു അപ്ലൈ ആവേണ്ടത്. അപ്പം അങ്ങനത്തെ കേസ് വരുമ്പോൾ നമുക്കിതാ ഇവിടെ ആണെങ്കിൽ ക്ലാസ് കൊടുക്കാം. അതായത് ഇവിടെ വന്നിട്ട് ക്ലാസ് അല്ലെങ്കിൽ ID കൊടുക്കാം. ക്ലാസ് ഈക്വൽ ടു എന്തെങ്കിലും ഒരു ക്ലാസ് നെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹെഡർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഹെഡർ 2 എന്ന് കൊടുത്തു. ക്ലാസ് കൊടുത്തില്ല, ക്ലാസ്. ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു. ഓക്കെ, കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് ഈ ഹെഡർ 1ന് മാത്രം ഈ പ്രോപ്പർട്ടി അപ്ലൈ ആയാൽ മതി. ഇവിടെ H1ന് പകരം നമുക്ക് ഹെഡർ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഹെഡർ 1 കൊടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു ക്ലാസ് നെയിം ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ ഹെഡർ 1 എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപേ നിങ്ങളൊരു ഡോട്ട് കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊരു ID ആണെന്ന് വിചാരിക്കുക. ക്ലാസ്സിന് പകരം നിങ്ങളിവിടെ ID ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ ഡോട്ടിന് പകരം നിങ്ങൾ കൊടുക്കേണ്ടത് ഹാഷാണ്. ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ ക്ലാസ് ആണല്ലോ കൊടുത്തത്, ഹെഡർ 1. ഓക്കെ, ഇത് ഞാൻ ക്ലാസ് ആക്കുകയാണ്. ഹെഡർ 1 എന്ന് പറഞ്ഞ ക്ലാസ് കൊടുത്തു. അപ്പോൾ ഇതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഡിവിഷൻ കാണുമ്പോൾ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഞാൻ ഹെഡർ 2 എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇതിന് വേണ്ടിയിട്ട് എഴുതുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് ഹെഡർ 2 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഡോട്ടാണോ വരുന്നത് ഹാഷാണോ? ഇവിടെ ഇപ്പം ഞാൻ ക്ലാസ് കൊടുത്തത് കൊണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ ഡോട്ട് കൊടുക്കാം. ഓക്കെ, കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാം. ഫോണ്ട് വെയിറ്റ്, ബോൾഡ്, എന്തെങ്കിലും ഇതിന് മാത്രമായിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് കൊടുക്കാം. അതുപോലെ തന്നെ കളർ ഏതെങ്കിലും ഒരു നല്ല കളർ കൊടുക്കാം. ബ്ലാക്ക് തന്നെ കിടക്കട്ടെ. ഓക്കെ, കൊടുത്തു. ഇനി ഇവിടെ വന്നിട്ട് ഇത് റീലോഡ് ചെയ്യാം. ഇതായിപ്പോൾ കണ്ടോ, നമ്മൾ ആ ക്ലാസ് നെയിം ഡിഫൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ട് ഇപ്പം നമ്മളിവിടെ രണ്ടും നമ്മുടെ H1 ടാഗ് തന്നെയാണ്.
പക്ഷേ നമ്മളിവിടെ ഒരു ക്ലാസ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തത് കൊണ്ട് ആ ക്ലാസ്സിൻ്റെ അകത്തെ പർട്ടിക്കുലർ പ്രോപ്പർട്ടീസ് മാത്രമേ ഇവിടെ അപ്ലൈ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഹെഡർ 1 എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തതുകൊണ്ട് ഈ പ്രോപ്പർട്ടീസ് ആദ്യം നമ്മൾ കൊടുത്ത ടൈറ്റിലിനും രണ്ടാമത്തെ ഫോണ്ട് വെയിറ്റും ഈ കളറും മാത്രമേ രണ്ടാമത്തേന് അപ്ലൈ ആയി വന്നിട്ടുള്ളൂ. കണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഐ ഡി കൺസെപ്റ്റ് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ ക്ലാസ് നെയിമോ ഐ ഡി നെയിമോ നമുക്ക് യൂസ് ചെയ്യാം. എന്താണ് യൂസ് ചെയ്യുന്നത്? CSS ലൈനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ക്ലാസ് നെയിമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ നെയിമിന് പ്രിഫിക്സ് ആയിട്ട് ഡോട്ട് കൊടുക്കണം. അതുപോലെ ഐ ഡി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഹാഷ് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഡിവ് കമ്പോണൻറ്റിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ ഡിവ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഓരോ ഡിവിഷനായിട്ട് ഇപ്പോൾ നിങ്ങളോരോ പേജ് തുറക്കുമ്പോൾ കാണാമല്ലോ, അതിൻ്റെ ഹെഡർ പോർഷൻ തിരിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു പെയിൻ കാണും, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡിൽ കുറച്ച് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം ഓരോ ഡിവിഷനായിട്ട് അവർ തിരിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ ഭംഗിയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവ് ടാഗ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കാണാമല്ലോ. ഇപ്പോൾ നിങ്ങളൊരു വീടിൻ്റെ പ്ലാനാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ആ പ്ലാൻ കാണുമ്പോൾ ഇങ്ങനെ കിച്ചൺ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്രോയിങ് റൂം, പൂജാ റൂം, സിറ്റ് ഔട്ട്, ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത്, അപ്പോൾ ആ പർട്ടിക്കുലർ റൂമിന് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ, ആ പർട്ടിക്കുലർ ഡിവിഷന് വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ കിച്ചൻ്റെ പാർട്ടാണെങ്കിൽ അവിടെ കിച്ചന് വേണ്ട കാര്യങ്ങളെല്ലാം ആ സെപ്പറേറ്റ് ആ ഡിവിഷനകത്ത് അവിടെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ ലിവിങ് റൂം ആണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ പ്ലാൻ തുറന്നു നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ കാണുന്നോ അതുപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് അതിനെ വെക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഡിവ് ടാഗിൻ്റെ ഏറ്റവും വലിയ യൂസ്. അപ്പോൾ നമുക്കിപ്പോൾ ഡിവ് ടാഗ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഇതെല്ലാം കളയാണ്. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ ഒരു ഡിവ് ടാഗ് കൊടുക്കുകയാണ്. ഡിവ്. ഓക്കെ, ഞാനിവിടെ ക്ലാസ് കൊടുക്കുകയാണ്. ഡിവ് ക്ലാസ് എന്താ കൊടുക്കുക? കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇത് ക്ലോസ് ചെയ്തു. അപ്പോൾ കണ്ടെയ്നർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ കൊടുത്തു. അപ്പം ഞാൻ ബാക്കിയെല്ലാം കളഞ്ഞല്ലോ. അപ്പോൾ ഇത് നമുക്ക് കളയാം. എന്നിട്ട് ഡോട്ട് കൊടുത്തു, ഇത് കൊടുത്തു. ഇനി എൻ്റെ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ തൽക്കാലം ഞാൻ പ്രോപ്പർട്ടീസ് ഒന്നും കൊടുക്കുന്നില്ല. ഇതെങ്ങനെ വരുന്നു നോക്കാം. ഞാനിത് റീലോഡ് ചെയ്യുമ്പോൾ അതാ നിങ്ങൾക്കൊരു ബ്ലാങ്ക് പേജ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു ഡിവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, സൈസ് എത്രയാണ്, എത്ര പോർഷൻ വേണം എന്നൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇനി അതെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഇവിടെ നിങ്ങൾ കൊടുക്കുകയാണ് റെഡ്. ഓക്കെ, ഇങ്ങനൊരു കാര്യം കൊടുത്തെന്ന് വിചാരിക്കുക. ഇവിടെ വരുമ്പോൾ ഇതൊന്നും വന്നിട്ടില്ല. നമ്മളപ്പോൾ ആദ്യം ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും പറഞ്ഞു കൊടുക്കണം. അതായത് നിങ്ങളുടെ ഡിവിഷൻ എന്ന് പറയുന്നത് എത്ര വിഡ്ത്താണ്, എത്ര ഹൈറ്റ് ആണെന്നൊക്കെ. ഇവിടെ ഞാൻ വിഡ്ത്ത് 100% കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ ഹൈറ്റ് ഒരു 500 px കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ ഇത് റീലോഡ് ചെയ്തു. ഇപ്പം ഞാൻ ഓൾറെഡി ഡിവ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞോണം ഇത് എത്ര പോർഷനാണ്, നമ്മൾ കളറൊന്നും സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് അത് എത്രയാണെന്ന് പറയാത്തത്. അപ്പം ഞാൻ ഇവിടെ ഒരു കളർ കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ്. ഓക്കെ, റെഡ് എന്ന് കൊടുത്തു. ഇനി ഇത് റീലോഡ് ചെയ്യുമ്പോൾ ഇത്രയും പോർഷനാണ് നമ്മുടെ ഡിവ്. അതായത് 100 വിഡ്ത്ത് ഇതിൻ്റെ 100%, ഹൈറ്റ് ഇതിൻ്റെ 500 px ആണ്. ഇനിയിപ്പോൾ ഈ ഹൈറ്റ് ഞാൻ കുറച്ചു എന്ന് വിചാരിക്കുക. 200 കുറയ്ക്കുമ്പോൾ ഈ ഹൈറ്റ് കുറച്ച് കുറയും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഇത് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 100% എടുത്തിട്ടുണ്ട് ഇത്. ഇനിയിപ്പോൾ ഇത് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ 100ന് പകരം 50 എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് വിഡ്ത്തേ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾ റീലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ നേരെ ഹാഫ്, അതായത് ഇത്രയും വിഡ്ത്തും ഇത്രയും ഹൈറ്റും എടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ തിരിച്ചാക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 100% തന്നെ എടുക്കുകയാണ്. ഇവിടെ ഒരു 500 px-ൽ, അപ്പോൾ px-ലോ പെർസെൻറ്റേജിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റിയിട്ട് കുറച്ച് ലൈറ്റായിട്ടുള്ള കളർ കൊടുക്കുകയാണ്. അക്വാമറൈൻ അത്ര നല്ല കളർ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു. നമുക്ക് ആലിസ് ബ്ലൂ കൊടുക്കാം. അതൊട്ടും കാണാൻ പറ്റില്ല. അക്വാ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിവ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഡിവ് എത്ര ഏരിയ എടുത്തു ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ജനറേറ്റ് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഈ പർട്ടിക്കുലർ HTML-നകത്ത് ഞാനൊരു ഡിവ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, കണ്ടെയ്നർ. അപ്പോൾ ഇവിടെ മൗസ് ഓവർ ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ പാർട്ടിൽ വരും.
ഓക്കെ, മനസ്സിലായല്ലോ. ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾ അൺസെലക്ട് ചെയ്യുമ്പോൾ അത് അതിനനുസരിച്ച് വാനിഷ് ആവും. അപ്പോൾ അതായത് ഇതിന് കളഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുമ്പോൾ അത് പോകും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് വരുത്തിയിട്ടും ഇവിടെ നമുക്ക് മാറ്റം കാണാൻ പറ്റും. പക്ഷെ അതൊന്നും നമ്മുടെ VS കോഡിൽ റിഫ്ലക്റ്റ് ആവില്ല. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടാണ് ഇവിടെ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് വരുത്തി കഴിയുമ്പോൾ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യണം തിരിച്ച് നിങ്ങളുടെ CSSലേക്ക്. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നു, ഇപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തല്ലോ. അപ്പോൾ എൻ്റെ മെയിൻ ഡിവ് ക്രിയേറ്റ് ആയി. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇത് ഔട്ടർ എന്ന് കൊടുക്കാം. ഓക്കെ, ഔട്ടർ ഡിവ് ഇന്നർ ഡിവ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ഞാൻ മാറ്റി ഔട്ടർ എന്ന് കൊടുത്തു. ഓക്കെ, ഔട്ടർ എന്ന് പറഞ്ഞൊരു ഡിവ് ഉണ്ടാക്കി. ഇതാണ് എൻ്റെ മെയിൻ ഡിവ്. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സബ് ഡിവുകൾ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിവ് ക്ലാസ്, ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാം സബ് ഡിവിഷൻ 1. ഓക്കെ, ഇങ്ങനൊരു ഡിവ് ഞാൻ ഉണ്ടാക്കി. സബ് ഡിവിഷൻ 1 ഒരു ഡിവ് ഉണ്ടാക്കി. ഇങ്ങനെ ഒരു 3-4 ഡിവ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഡിവ് ആയിട്ട് വരുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ 4 ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഇത് പേര് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഇത് സബ് ഡിവിഷൻ 2, ഇത് സബ് ഡിവിഷൻ 3, ഇത് സബ് ഡിവിഷൻ 4. ഓക്കെ, ഇനി ഇവിടെ വന്ന് നിങ്ങൾ റീലോഡ് ചെയ്യുമ്പോൾ ഇത് തൽക്കാലം ഇത് ഇൻസ്പെക്ടർ ക്ലോസ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു മെയിൻ ഡിവ് ഇതിനകത്ത് സബ് ഡിവും ജനറേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് വേർതിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ നമ്മളത് ക്ലാസ്സോ ബോർഡറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ ക്ലാസ് നെയിം കോപ്പി ചെയ്യാണ്. ഓൾറെഡി ഔട്ടർ ക്ലാസ്സിന് നമ്മളിവിടെ പ്രോപ്പർട്ടീസ് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കളർ അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് സബ് ഡിവിഷൻ കൊടുത്തു. ഓക്കെ, ഇവിടെ കൊടുത്തു. ഞാനിപ്പോൾ പറയാണ് എൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100% കൊടുത്താൽ പേജ് ഫുള്ള് എടുക്കും. ഓക്കെ, അപ്പം ഞാൻ അതിൻ്റെ 40% മതി. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 30%. അപ്പം ഞാനിപ്പോൾ വിഡ്ത്തും പറഞ്ഞു ഹൈറ്റും പറഞ്ഞു. വിഡ്ത്തും ഹൈറ്റും പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ വിഡ്ത്തും പറഞ്ഞു ഹൈറ്റും പറഞ്ഞു. ഇതുപോലെ 4 ഡിവിഷനും ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ div 2 3 ആക്കി 4 ആക്കി. അപ്പോൾ ഏകദേശം ഒരേ സൈസും വിട്ടുള്ള ഡിവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരേ രീതിയിൽ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ റീലോഡ് ചെയ്യുമ്പോഴും ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഓൾറെഡി ഡിവ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു കളർ കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ കൊടുക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ്. ആദ്യത്തെ ഡിവിന് ഞാൻ റെഡ് കൊടുത്തു. രണ്ടാമത്തെ ഡിവിന് ബാക്ക്ഗ്രൗണ്ട് കളറ് ഗ്രീന്. ഓക്കെ, ഗ്രീൻ കൊടുത്തു. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ബ്ലൂ കൊടുത്തു. നാലാമത്തേന് ബാക്ക്ഗ്രൗണ്ട് കളർ കോറൽ. ഓക്കെ, ഇത്രയും കൊടുത്തു. ഇനി നമുക്കിതൊന്ന് റീലോഡ് ചെയ്യാം. ഇതാ കണ്ടോ, ഡിവ് ജനറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ഡിവിഷൻ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡിവ്, സെക്കൻഡ് ഡിവ്, തേർഡ് ഡിവ്, ഫോർത്ത് ഡിവ്. ഇനി ഓരോ ഡിവിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഓരോ ഡിവിഷൻ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഇതിപ്പോൾ ചേർന്നല്ലേ കിടക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ കഴിഞ്ഞിട്ട് ഇത്തിരി സ്പേസ് ഇട്ടിട്ട് വേണം സെക്കൻഡ് ഡിവ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒരു മാർജിൻ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ മാർജിൻ കൊടുക്കുകയാണ്, ഒരു 10px കൊടുക്കുകയാണ്. ഓക്കെ, ഇത് തന്നെ നമുക്കപ്പോൾ എല്ലാ ഡിവിനും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് സ്പേസ് അപ്ലൈ ചെയ്തോളും. അപ്പോൾ ഇവിടെ ഞാൻ കൊടുക്കുകയാണ്, ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ റീലോഡ് ചെയ്യുമ്പോൾ ഇതാ സ്പേസ് കണ്ടോ, അത് സെപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പം നമ്മുടെ ഡിവ് നമ്മൾ നോർമലി ഇങ്ങനെ ഡിവ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ താഴെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഡിവ് ഇപ്പോൾ ഡിവ് ഒന്ന് അറേഞ്ച് ചെയ്യണം. അതായത് 2 ഡിവ് ഇപ്പുറത്ത് 2 ഡിവ് റൈറ്റ് സൈഡിൽ അങ്ങനെ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾ കൊടുക്കുകയാണ് ഫ്ലോട്ട്. റൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് അലൈൻ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ഫ്ലോട്ട് പാരാമീറ്റർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഡിവ് ലെഫ്റ്റിൽ വരും. ഓക്കെ, ഇതായിരിക്കും ഏറ്റവും ലെഫ്റ്റിൽ. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് അടുത്ത ഡിവ് വരും. ഓക്കെ, അടുത്ത ഡിവ് വന്നു, അടുത്ത ഡിവ് വന്നു, അടുത്ത ഡിവ് വന്നു. അപ്പോൾ നിങ്ങൾ ഇത് റീലോഡ് ചെയ്ത് നോക്കുമ്പോൾ ഇതാ ആദ്യത്തെ ഡിവ് വന്നു. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഏതായിരുന്നു? ആദ്യത്തേന്ന് പറയുന്നത് റെഡായിരുന്നു. ആദ്യത്തെ റെഡ്, ഗ്രീന്, ബ്ലൂ,
കോറൽ അങ്ങനെയായിരുന്നു. അപ്പോൾ റെഡ് വന്നു, ഗ്രീൻ വന്നു, ബ്ലൂ വന്നു, കോറൽ വന്നു. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റാണ് പറഞ്ഞു കൊടുത്തത്. പിന്നെ എന്തായിരിക്കും ഇത് താഴെ വന്നത്? ഇതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് അലൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ഏതാണോ നമ്മൾ ലെഫ്റ്റ് പറഞ്ഞു കൊടുത്തത് അതായിരിക്കും ഏറ്റവും അറ്റ്മോസ്റ്റ് ലെഫ്റ്റ്, അതായത് ആദ്യത്തെ ലെഫ്റ്റിൽ വരുന്ന അതായിരിക്കും. അതായത് ഈ സബ്ഡിവ് വന്നു, ആദ്യത്തെ ലെഫ്റ്റ് വന്നു, റെഡ് കളർ വന്നു. ഓക്കെ, ഇവിടെ റെഡ് വന്നു. ഇനി നെക്സ്റ്റ് അടുത്ത ഡിവ് വന്നു. ഓക്കെ, അതപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വരും. അപ്പോൾ ഏറ്റവും ലെഫ്റ്റിൽ ഇതായിരിക്കും, അതിൻ്റെ തൊട്ട് അടുത്ത സെക്കൻഡ് പൊസിഷനിൽ ഇത് വരും. ഇനി അടുത്ത മൂന്നാമത്തെ ഡിവ് വന്നപ്പോൾ അതിനിവിടെ ഫിറ്റ് ചെയ്യാൻ ഇത്രയും സ്പേസ് അതിനിവിടെ എടുക്കാനില്ല, അതുകൊണ്ട് അത് താഴേക്ക് വന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡിവ് അതിൻ്റെ ഇപ്പുറത്തായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ വിഡ്ത്ത് കുറച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ ഡിവ് 40 അല്ലേ, രണ്ടാമത്തെ ഡിവ് 40. നിങ്ങൾ ഈ മൂന്നാമത്തെ ഡിവ് ഒരു 4% കൊടുക്കുക. ഓക്കെ, 4% കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, ഇതിൻ്റെ വിഡ്ത്ത് കുറയും. അപ്പോൾ ഇതിനിവിടെ ഫിറ്റ് ചെയ്യാൻ സ്ഥലം കിട്ടും. ഇതാ കണ്ടോ. ഇനി അടുത്തതും അതുപോലെ തന്നെ നിങ്ങളിവിടെ 4% കൊടുക്കുക. ഇതാ കണ്ടോ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ഫ്ലോട്ട് കൊടുക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിവും ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ അലൈൻ ആവും. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്ത ഡിവായിരിക്കും, അതായത് ഈ സബ് ഡിവ് 1 എന്ന് പറയുന്നത് ഈ റെഡ് കളറിലെ ഡിവ് ആദ്യത്തെ ലെഫ്റ്റിൽ വന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് രണ്ടാമത്തെ ഗ്രീൻ കളർ ഡിവ് വന്നു, അതിൻ്റെ അപ്പുറത്ത് ബ്ലൂ ഡിവ് വന്നു, അതിൻ്റെ അപ്പുറത്ത് ഇത് വന്നു. അപ്പോൾ ഇത്രയും സ്ഥലം ഇതിനെടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇത് താഴോട്ട് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ കാരണം ചിലർക്ക് ഇപ്പോൾ ഡൗട്ട് വരാം, ഇത് നമ്മൾ ലെഫ്റ്റ് കൊടുത്തിട്ടും ഇതെന്തിനാണ് ഇങ്ങനെ താഴെ വന്നിരിക്കുന്നതെന്ന്. ലെഫ്റ്റിൽ ഇപ്പുറത്തോട്ട് വരാതെ ഇത് എങ്ങനെയാണ് അലൈൻമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ സ്പേസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇത് കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പുറത്തോട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒറ്റ ലൈനിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൻ്റെ വിഡ്ത്ത് കുറച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ സബ്ഡിവ് 1 ഞാൻ 20 കൊടുക്കുകയാണ്, ഇതും ഞാനൊരു 20 കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇമ്പാക്റ്റ് നമുക്ക് നോക്കാം. ഇതാ 20 വന്നു. അപ്പോൾ ഈ താഴത്തെ ഡിവിന് ഇങ്ങോട്ട് കയറാൻ സ്ഥലം കിട്ടി. ഓക്കെ, ഇനി ഇത് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിനും കയറാൻ പറ്റും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 20 കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാ ഇപ്പോഴും ഇതിനിവിടെ ഫിറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഈ നാലാമത്തെ ഡിവിൻ്റെ കുറച്ച് വിട്ട് നമുക്ക് കുറച്ച് കൊടുക്കാം. നമുക്കൊരു 20 കൊടുത്ത് നോക്കാം. ഇതാ കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഫിറ്റായി. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിവ് അലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കൺട്രോൾ Z കൊടുക്കുകയാണ്. നമുക്ക് 40 തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഇങ്ങനെ വന്നു. അപ്പം നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹെഡർ ഡിവ്, ഫുട്ടർ ഡിവ് കാണും, അതുപോലെ ഈ ലെഫ്റ്റിൽ അലൈൻ ചെയ്തിരിക്കുന്ന ഡിവ് കാണും. അങ്ങനെ പല ഡിവിഷനായിട്ട് നമുക്കിതിനെ തിരിക്കാം. എന്നിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പം നമ്മൾ ചില വെബ് പേജുകൾ തുറന്ന് നോക്കുമ്പോൾ ഈ പറഞ്ഞോണം ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടൈറ്റിൽ ബ്ലോക്ക് കാണും. അങ്ങനെയാണെങ്കിൽ അതൊരു മെയിൻ ഡിവായിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് ഇത് വേറൊരു ഡിവ്, ഇതിൻ്റെ പുറത്ത് ഞാൻ വേറൊരു ഡിവ് കൊടുക്കുകയാണ്. ഡിവ് ഈ ക്ലാസ് നെയിം ഞാൻ കൊടുക്കുകയാണ് ഹെഡർ എന്ന് കൊടുത്തു. ഓക്കെ, ഇവിടെ ഹെഡർ എന്ന് വന്നിട്ട് എന്തെങ്കിലും ഒരു ഹെഡർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഹെഡർ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ റീലോഡ് ചെയ്യുമ്പോൾ ഇതാ ഇതിൻ്റെ പുറത്തായിട്ട് ഇതിങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതുമെല്ലാം ഇതിന് അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് വന്ന് കൊടുക്കണം. അപ്പോൾ ഇവിടെ വന്ന് ഞാനിപ്പോൾ എൻ്റെ ഹെഡർ ഡിവ് കൊടുക്കുകയാണ്. എൻ്റെ ഹെഡർ ഡിവിനും ആ ബാക്ക്ഗ്രൗണ്ട് കളർ അപ്ലൈ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഹെഡർ ഡിവിനും എനിക്ക് പറഞ്ഞോണം ഈ ഔട്ടർ ഡിവിന് കിട്ടിയ ബാക്ക്ഗ്രൗണ്ട് കളർ തന്നെ അതിനും കവർ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ അത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ കൊടുക്കുമ്പോൾ ഇതാ ഇതിൻ്റെ അകത്ത് തന്നെ വന്നു. ഓക്കെ, ഞാൻ അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കളർ പാലറ്റിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇത് കൊടുത്തു. ഇതാ ഇനി ഇതുപോലെ അലൈൻമെൻറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ടെക്സ്റ്റ് അലൈൻ, സെൻറ്റർ, മാർജിൻ ഒരു 15 px കൊടുത്തു. ഫോണ്ട് വെയ്റ്റ് ബോൾഡ്. ഓക്കെ, കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ഞാൻ കൊടുത്തു. ഇതാ അപ്പോൾ ഇതിങ്ങനെ വന്നു. ഇതിൻ്റെ സൈസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ സൈസ് തീരെ കുറഞ്ഞു പോയി. ഇവിടെ കൊടുക്കുകയാണ് ഫോണ്ട് സൈസ്, നമുക്ക് ലാർജർ കൊടുത്ത് നോക്കാം കുറച്ച്. ഓക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത് ഫ്ലോട്ട് ലെഫ്റ്റ് ഞാൻ പറഞ്ഞു. ഇനി ഫ്ലോട്ട് റൈറ്റ് വരുമ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ ഇതിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഫ്ലോട്ട് ലെഫ്റ്റിന് പകരം ഫ്ലോട്ട് റൈറ്റ് ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ ആദ്യത്തെ ഡിവ് റൈറ്റിൽ വരും, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഈ രണ്ടാമത്തെ വരും. അപ്പോൾ ഞാനിവിടെ റൈറ്റ് കൊടുക്കുകയാണ്. റൈറ്റ്
റൈറ്റ്. അപ്പോൾ ഈ ലെഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞത് തന്നെ സെയിം തന്നെയാണ്, ഡിറ്റോ ആണ് റൈറ്റിൻ്റെ. അപ്പോൾ എന്താണ്, എൻ്റെ ആദ്യത്തെ ഡിവ് ഏതാണ്, റെഡ്, അത് റൈറ്റിൽ വന്നു. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഗ്രീൻ വന്നു. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരേണ്ടത് ഏതാണ്, ബ്ലൂ, അതിന് സ്ഥലമില്ല, അതുകൊണ്ട് അത് താഴേക്ക് വന്നു. ഓക്കെ, അത് കഴിയുമ്പോൾ ഇത് വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞോളം ഇതിൻ്റെ സൈസ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അതെങ്ങനെയാണ് അവിടെ വന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു കൊടുത്തു, ഇതൊരു 20 കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ ലോഡാകുമ്പോൾ ഇത് റീഫ്രഷ് ആകുമ്പോൾ ഇത് റൈറ്റിൽ വന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇത് വന്നു, ഇങ്ങനെ വന്നു. അപ്പോൾ ഫ്ലോട്ട് ലെഫ്റ്റിൻ്റെ സിമിലർ കാര്യം തന്നെയാണ് നമ്മൾ ഫ്ലോട്ട് റൈറ്റ് ചെയ്യുമ്പോഴും ഉള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് പേജ് ഡിവിഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതെന്ന് എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് CSSൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് CSS എങ്ങനെയാണ് നമ്മുടെ HTML കമ്പോണൻസിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 തരത്തിലുണ്ട്. ഇൻലൈൻ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്. ഇൻലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ടാഗിൻ്റെ കൂടെ തന്നെ സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. ഇൻറ്റേർണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റേർണലി തന്നെ, പക്ഷേ സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെയുണ്ടോ അത് പറഞ്ഞു കൊടുക്കാം. അതുപോലെ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ CSS ഫയലിൻ്റെ അകത്ത് പ്രോപ്പർട്ടീസ് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് ആ പർട്ടിക്കുലർ പാത്ത് നമ്മൾ HTMLനകത്ത് പറയുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ID ക്ലാസ് കൺസെപ്റ്റ്, നമുക്ക് ID നെയിം പറഞ്ഞു കൊടുക്കാം. ID = ഒരു ID നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാസ് നെയിം കൊടുക്കാം. എന്നിട്ട് ആ പർട്ടിക്കുലർ ID ക്ലാസ്സിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോപ്പർട്ടി വരുമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. അതിൻ്റെ യൂസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പല H1 ടാഗുണ്ട്, അല്ലെങ്കിൽ പല P ടാഗുണ്ട്. അതായത് ഒരേ H1 P അങ്ങനെ ഏത് ടാഗോ ആയിക്കോട്ടെ, അത് ഓരോ സ്ഥലത്തും അതിൻ്റെ ബിഹേവിയർ ഡിഫറെൻ്റ് ആയിരിക്കണം. അതായത് ഒരു H1 ടാഗിന് കൊടുക്കുന്ന പ്രോപ്പർട്ടീസ് അടുത്ത H1 ടാഗിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ക്ലാസ് ID കൺസെപ്റ്റ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിനൊരു പർട്ടിക്കുലർ ക്ലാസ് ID കൊടുത്തു കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ H1 ടാഗിന് നമ്മൾ വേണ്ട പ്രോപ്പർട്ടീസ് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞത് CSS യൂണിവേഴ്സൽ സെലക്ടറാണ്. അതായത് എല്ലാ ടാഗിനും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി, ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ കൊടുത്താൽ മതി. അതായത് നമ്മുടെ ആസ്റ്ററിസ്ക് സിമ്പിൾ. ഓക്കെ, പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, ഡിവ്. നമുക്കിങ്ങനെ ഡിവിഷനായിട്ട് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഡിവ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഈ ഡിവ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ എൻ്റെ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.